ട്രിപ്പ് പോകുമ്പോൾ നമ്മളെല്ലാവരും എയർബിഎൻബി ബുക്ക് ചെയ്യുമല്ലോ. അപ്പോൾ എയർബിഎൻബി ബുക്ക് ചെയ്യുന്നത് എങ്ങനെ ചീപ്പായിട്ട് ബുക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ടിപ്പ് പറയാം. നമ്മൾ ഏത് ദിവസമാണോ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം രാവിലെ 10 മണിക്ക് എണീറ്റ് എയർബിഎൻബിയിൽ റൂം സെർച്ച് ചെയ്യാം. അപ്പോൾ മിക്കവാറും ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിലായിരിക്കും റൂമുകൾ ഹോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക. കാരണം ഇതുവരെ ഒരു ബുക്കിങ്ങും കിട്ടാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ബുക്കിംഗ് വരട്ടെ എന്ന രീതിയിൽ അവർ ഏറ്റവും കുറച്ച് ഇട്ടിട്ടുണ്ടാവും. ഞാനത് കാണിച്ചു തരാം. നമുക്ക് ഇന്ന് 10-ാം തീയതിയാണല്ലോ, ഓഗസ്റ്റ് 10 ഞായറാഴ്ച. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നു, നാളെ രാവിലെ ചെക്ക് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് എഡിംബ്രിയിലാണ് സെർച്ച് ചെയ്യുന്നത്. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വരുന്ന റിസൾട്ടിൽ ഈ റൂം നോക്കുക. ഇതിന്റെ റേറ്റ് കണ്ടില്ലേ താഴെ. ഇനി ഇതേ റൂം നമുക്ക് അടുത്ത ഞായറാഴ്ച ചെക്ക് ഇൻ ചെയ്തിട്ട് മൺഡേ ചെക്ക് ഔട്ട് ചെയ്യുന്ന രീതിയിൽ കൊടുത്തു കഴിയുമ്പോൾ എത്ര റേറ്റ് ആവുമെന്ന് കാണിച്ചു തരാം. കണ്ടോ, റേറ്റ് കണ്ടോ, ഇത്രയും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഈ ലാഭം, എല്ലാ ലാഭത്തിനും ഒരു റിസ്ക് എടുക്കണം എന്നാണല്ലോ എക്കണോമിക്സ് പറഞ്ഞത്. അതുപോലെ ഈ ലാഭം കിട്ടാൻ നമുക്ക് വേറെ ചെറിയൊരു റിസ്ക് ഉണ്ട്. റിസ്ക് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ ചെയ്യുന്നത് കൊണ്ട് റൂം കിട്ടാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം എയർബിഎൻബി ബുക്ക് ചെയ്യുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാൻ എല്ലായ്പ്പോഴും ഇങ്ങനെ ചെയ്യാറ്. ഇതുവരെ ഇങ്ങനെ പണി കിട്ടിയിട്ടില്ല, എല്ലായ്പ്പോഴും റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, നാട്ടിലും അപ്ലിക്കബിൾ ആണ് എയർബിഎൻബിയിൽ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു സംഭവം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.